നമസ്കാരം. പുതിയ വാർത്തകൾ പുറത്തു വരുമ്പോൾ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലാണോ, ഇനി പാകിസ്ഥാനും ചൈനയും തമ്മിലാണോ അടുത്ത യുദ്ധം ഉണ്ടാകാൻ പോകുന്നതെന്നുള്ള ആകാംക്ഷയാണ് ഓരോരുത്തരും ഉണ്ടാകുന്നത്. ഷക്സ്ഗാം താഴ്വരയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുള്ള ചൈനയുടെ ഇടപെടലിനെ രൂക്ഷമായി വിമർശിച്ച് ഇന്ത്യ രംഗത്ത് വന്നതിനു പിന്നാലെ ഇന്ത്യ ചൈന തർക്കം രൂക്ഷമാവുകയാണ്. പാകിസ്ഥാൻ ചതിയിലൂടെ കൈക്കലാക്കി അനധികൃതമായി ചൈനയ്ക്ക് കൈമാറിയ ഷക്സ്ഗാം താഴ്വരയുമായി ബന്ധപ്പെട്ടാണ് തർക്കം രൂക്ഷമാവുന്നത്. പ്രദേശത്ത് ചൈന 75 കിലോമീറ്റർ നീളമുള്ള റോഡ് നിർമ്മിച്ചതാണ് പുതിയ നയതന്ത്ര പോരാട്ടത്തിന് വഴിയൊരുക്കിയിരിക്കുന്നത്. ജമ്മു കശ്മീർ സംസ്ഥാനത്തിന്റെ ഭാഗമായതും പാകിസ്ഥാൻ അതിർത്തി കരാറിന്റെ ഭാഗമായി ചൈനയ്ക്ക് വിട്ടുകൊടുത്തതുമായ പ്രദേശമാണ് ഷക്സ്ഗാം താഴ്വര. സിയാച്ചിൻ ഗ്ലേസിയറിന് വടക്ക് സ്ഥിതി ചെയ്യുന്ന ഏകദേശം 5000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഷക്സ്ഗാം താഴ്വരയിൽ എല്ലാ കാലാവസ്ഥയിലും ഉപയോഗിക്കാവുന്ന റോഡിന്റെ നിർമ്മാണം ചൈന പൂർത്തിയാക്കിയതായാണ് പുതിയ തർക്കങ്ങൾക്ക് വഴിമരുന്നിട്ടത്. കിഴക്കൻ ലഡാക്കിലെ സൈനിക പിന്മാറ്റത്തിന് പിന്നാലെ ഷക്സ്ഗാം താഴ്വര പുതിയ സംഘർഷ മേഖലയായി മാറിയിരിക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സിയാച്ചിനിലെ പാകിസ്ഥാൻ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ ഷക്സ്ഗാം താഴ്വരയിലെ നിയന്ത്രണം നിർണായകമാണ്. ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയുടെ ഭാഗമാണ് നിർമ്മാണം നടക്കുന്നത്. കാരക്കോറം മലനിരകളിൽ നിന്നുള്ള കണക്ടിവിറ്റി വർദ്ധിപ്പിക്കാനും പാക് അധീന പ്രദേശങ്ങളിലേക്ക് കൂടുതൽ പ്രവേശനം നേടാനും ഈ റോഡ് ചൈനയെ സഹായിക്കും. 1947 ഒക്ടോബറിൽ ജമ്മു കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായതോടെ ഷക്സ്ഗാം താഴ്വര നിയമപരമായി ഇന്ത്യയുടെ ഭാഗമായി മാറിയിരുന്നു. എന്നാൽ അതിനകം പാകിസ്ഥാൻ നടത്തിയ കശ്മീർ അധിനിവേശത്തിൽ ഈ പ്രദേശം പാകിസ്ഥാന്റെ കൈവശമായി. 1963 ഇന്ത്യയുടെ കടുത്ത എതിർപ്പ് അവഗണിച്ച് പാകിസ്ഥാൻ ചൈനയ്ക്ക് വിട്ടുകൊടുത്തു. അതിർത്തി കരാർ പ്രകാരം കശ്മീർ തർക്കം പരിഹരിക്കപ്പെടുന്ന മുറയ്ക്ക് വീണ്ടും ചർച്ചകൾ നടത്താമെന്ന വ്യവസ്ഥയുണ്ടെങ്കിലും ഇന്ത്യ ഈ അതിർത്തി കരാർ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. ഷക്സ്ഗാം താഴ്വര ഇന്ത്യൻ ഭൂപ്രദേശമാണ് എന്നും 1963 ചൈന പാകിസ്ഥാൻ കരാർ നിയമവിരുദ്ധവും അസാധുവുമാണ് എന്നുമാണ് ഇന്ത്യയുടെ നിലപാട്. ഇക്കാര്യം വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ കഴിഞ്ഞ ദിവസം ആവർത്തിച്ചു. പാകിസ്ഥാൻ അനധികൃതമായി കൈവശപ്പെടുത്തിയ ഇന്ത്യൻ ഭൂമിയിലൂടെ കടന്നു പോകുന്ന ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയെ ഇന്ത്യ അംഗീകരിക്കുന്നില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയും ചൈനീസ് നിർമ്മാണത്തെ എതിർത്തു. ഈ മേഖലയിൽ നടക്കുന്ന ഒരു പ്രവർത്തനത്തെയും ഇന്ത്യ അംഗീകരിക്കില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. പ്രദേശം തങ്ങളുടേതാണെന്നും സ്വന്തം മണ്ണിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ തങ്ങൾക്ക് അവകാശമുണ്ട് എന്നുമാണ് ചൈനയുടെ വാദം. CPEC എന്നത് വെറും സാമ്പത്തിക സഹകരണ പദ്ധതിയാണെന്നും അത് കശ്മീർ വിഷയത്തിലുള്ള തങ്ങളുടെ നിലപാടിനെ ബാധിക്കില്ല എന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാവോ സിംഗ് പറയുന്നുണ്ട്. പ്രാദേശികമായ സാമൂഹിക സാമ്പത്തിക വികസനത്തിനും ജനങ്ങളുടെ ഉപജീവന മാർഗം മെച്ചപ്പെടുത്തുന്നതിനുമുള്ള സാമ്പത്തിക സഹകരണ പദ്ധതിയാണ് ഇതെന്നാണ് ചൈനയുടെ ഔദ്യോഗിക നിലപാട്. 1963 പാകിസ്ഥാൻ ചൈനയ്ക്ക് ഫ്രീ ആയി നൽകിയതാണ് ഷക്സ്ഗാം വാലി. ആ വർഷം ഒപ്പുവെച്ച ചൈന പാകിസ്ഥാൻ അതിർത്തി കരാർ പ്രകാരമായിരുന്നു ഇത് നടന്നത്. എന്നാൽ ഷക്സ്ഗാം വാലി ഇന്ത്യയുടേതാണെന്നും ഈ അതിർത്തി കരാറോ CPECയോ ഇന്ത്യ അംഗീകരിച്ചിട്ടില്ല എന്നും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും സമാധാന ചർച്ചയിലൂടെ കശ്മീർ വിഷയം പരിഹരിക്കണമെന്നാണ് ചൈനയുടെ നിലപാട്. 1963 മുൻപ് ഷക്സ്ഗാം പ്രദേശത്ത് ചൈനയ്ക്കും പാകിസ്ഥാനും ഇടയിൽ അതിർത്തി വേർതിരിച്ചിരുന്നില്ല. ഇതിന് പരിഹാരം കാണാനാണ് അതിർത്തി കരാറിലൂടെ ഷക്സ്ഗാം വാലി ഉൾപ്പെടുന്ന പ്രദേശം പാകിസ്ഥാൻ ചൈനയ്ക്ക് സമ്മാനമായി നൽകിയത്. നേരത്തെ CPECയുടെ ഭാഗമായിരുന്നില്ല ഷക്സ്ഗാം. പുതിയതായി ഉൾപ്പെടുത്തിയതാണ് ഇതുവഴിയും ഇടനാഴി സ്ഥാപിക്കുന്നത്. ചൈന ബില്യൺ കണക്കിന് ഡോളർ ചെലവിട്ട് നിർമ്മിക്കുന്ന പദ്ധതി പാകിസ്ഥാനും ഏറെ നിർണായകമാണ്. കടക്കെണിയിലും സാമ്പത്തിക ഞെരുക്കത്തിലും പെട്ട് നട്ടം തിരിയുന്ന പാകിസ്ഥാന് CPEC പുതുജീവൻ പകരുമെന്നാണ് പാക് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ഗ്വാദർ തുറമുഖം നിർമ്മിക്കുന്നതും ചൈന തന്നെ. ഇവിടെ ചൈനയ്ക്ക് സൈനിക താവളം ഉണ്ടാകുമെന്നത് ഇന്ത്യക്കും പാകിസ്ഥാൻ അയൽരാജ്യമായ ഇറാനും മേൽ പിടിമുറുക്കാൻ ശ്രമിക്കുന്ന അമേരിക്കയ്ക്കും പാകിസ്ഥാനുമായുള്ള സംഘർഷത്തിലുള്ള അഫ്ഗാൻ താലിബാനും വെല്ലുവിളിയാണ്. ഷക്സ്ഗാം താഴ്വരയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുള്ള ചൈനയുടെ ഇടപെടലിനെ രൂക്ഷമായി വിമർശിച്ച് ലഡാക്ക് ലഫ്റ്റനന്റ് ഗവർണർ കവിന്ദർ ഗുപ്തയും രംഗത്ത് വന്നിട്ടുണ്ട്. ഈ പ്രദേശം ഇന്ത്യയുടെ ഭാഗമാണെന്നും അത്തരം പ്രവർത്തനങ്ങൾ ഉടനടി നിർത്തിവെക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അതേസമയം പാക് അധിനിവേശ കശ്മീരിലെ ജനങ്ങൾ ഇന്ത്യയുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നുവെന്നും പാകിസ്ഥാൻ ഉടൻ തകരുമെന്നും ഗുപ്ത അവകാശപ്പെടുന്നുമുണ്ട്. എന്താണെങ്കിലും ഈ നടപടികൾ വീണ്ടും ഒരു ഇന്ത്യ ചൈന യുദ്ധത്തിലേക്കാണോ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലേക്കാണോ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് എന്നാണ് ലോകം മുഴുവൻ ഇപ്പോൾ ഉറ്റുനോക്കുന്നത്.